യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവച്ചിരിക്കുകയാണ്. നാളെ വധശിക്ഷ നടപ്പിലാക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഒടുവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിവിധ തലത്തിൽ യമൻ കേന്ദ്രീകരിച്ച് നടത്തിയ ചർച്ചകളെ തുടർന്നാണ് നടപടി. നാളെ വധശിക്ഷ നടക്കാനിരിക്കെയാണ് സുപ്രധാനമായ തീരുമാനം ഉണ്ടായത്. ആക്ഷൻ കൗൺസിലാണ് ഇക്കാര്യം അറിയിച്ചത്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി നടത്തിയ ചർച്ചകളിലാണ് നിമിഷപ്രിയയ്ക്ക് അനുകൂലമായ നടപടികളുണ്ടായത്. തലാലിന്റെ കുടുംബവുമായി പ്രതിനിധി സംഘം നടത്തിയ ചർച്ചകൾക്കൊടുവിൽ കോടതിയാണ് ശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവച്ചത്. ഈ മാസം 16-ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് വധശിക്ഷ മാറ്റിവച്ചുവെന്ന് തന്നെയാണ്. പ്രസിദ്ധ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിലാണ് ചർച്ച സംഘടിപ്പിക്കുന്നത് എന്നതാണ് വിവരം. യമൻ ഭരണകൂട പ്രതിനിധി, സുപ്രീം കോടതി ജഡ്ജ്, കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. തലാലിന്റെ സഹോദരനുമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ വിഷയത്തിൽ ഇടപെട്ടത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി അതിവേഗ നീക്കമാണ് നിലവിൽ നടപ്പിലാക്കുന്നതെന്ന് മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി നേരത്തെ ചർച്ച നടത്താൻ നിമിഷപ്രിയയുടെ ബന്ധുക്കൾക്കോ മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിലിനോ സാധിച്ചിരുന്നില്ല. യമനിലെ പ്രത്യേക സാഹചര്യങ്ങളും രാഷ്ട്രീയ പ്രതിസന്ധികളുമായിരുന്നു ഇതിന് കാരണം. നിമിഷപ്രിയ കഴിയുന്ന സന പ്രദേശം ഭരിക്കുന്ന ഹൂതി പിന്തുണയുള്ള ഭരണകൂടവുമായി ബന്ധപ്പെടാനുള്ള മാർഗമില്ലാത്തതും തടസ്സമായി. യമനിലേക്ക് ചർച്ചയ്ക്കായി ഇന്ത്യൻ പൗരന്മാർക്ക് നേരിട്ട് പോകാനുള്ള പ്രയാസങ്ങളും നിലനിന്നിരുന്നു. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്താൻ ഗ്രാമമുഖ്യന്മാർ വഴി മാത്രമേ സാധ്യമാകുമായിരുന്നുള്ളൂ. ഇതിനെ മറികടക്കാൻ നിരവധി കടമ്പകളുണ്ടായിരുന്നു. നേരത്തെ ഈ വഴിയുള്ള ചർച്ചകൾക്കായി ഏറെ ശ്രമം നടന്നെങ്കിലും അതും പൂർണ്ണമായും വിജയിച്ചില്ല. നിരവധി പ്രതിസന്ധികൾക്കിടയിലും മോചന ശ്രമം നടക്കുന്നതിനിടയിലായിരുന്നു വധശിക്ഷ നടപ്പിലാക്കുന്നത് ഈ ഒരു അറിയിപ്പ് ഉണ്ടായതും. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ കുടുംബവുമായി മധ്യസ്ഥ ചർച്ചകളാണ് ഇന്ന് നടന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. നാളെ വധശിക്ഷ നടപ്പിലാക്കുമെന്നായിരുന്നു നേരത്തെയുള്ള അറിയിപ്പ്. കൊല്ലപ്പെട്ട തലാലിന്റെ അടുത്ത ബന്ധുവും ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും സർക്കാർ പ്രതിനിധികളും ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ ഇടപെടലുകളാണ് നിർണായകമായി തീർന്നത്. കാന്തപുരവുമായി അടുത്ത സൗഹൃദമുള്ളയാളാണ് ഷെയ്ഖ് ഹബീബ്. മർക്കസ് നോളജ് സിറ്റിയുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹം കേരളത്തിൽ വന്നിരുന്നു. തലാലിന്റെ കുടുംബത്തെ അനുനയിപ്പിക്കുന്നതോടൊപ്പം തന്നെ അറ്റോർണി ജനറലുമായി കൂടിക്കാഴ്ച നടത്തി നാളെ നടത്താൻ നിശ്ചയിച്ച ശിക്ഷാ നടപടി ഒഴിവാക്കി കിട്ടുന്നതിനുള്ള അടിയന്തര ഇടപെടലുകളാണ് അതിവേഗം തന്നെ ഉണ്ടായത്. കാന്തപുരത്തിന്റെ ഇടപെടലോടെയാണ് കുടുംബവുമായുള്ള ആശയവിനിമയം സാധ്യമായത്. ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നിർദ്ദേശമാണ് കുടുംബത്തെ പുനരാലോചനയിലേക്ക് എത്തിച്ചതും. എന്തായാലും അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ അംഗീകരിച്ചാണ് കുടുംബം ചർച്ചയിൽ പങ്കെടുത്തത്. ദയാധനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടത്തി വന്നത്. എന്തായാലും ഈ വധശിക്ഷ മാറ്റിവെച്ചു എന്നൊരു വാർത്തയാണ് ആശ്വാസകരമായി പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കാന്തപുരത്തിന്റെ ഒരു ഇടപെടലോടെ തന്നെയാണ് ഇത്തരത്തിൽ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നത്. തലാലിന്റെ കുടുംബവുമായി കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. അതിവേഗ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. നാളെയായിരുന്നു വധശിക്ഷ നടപ്പിലാക്കാനിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച വളരെ നിർണായകമായി മാറി.